സമസ്ത 100-ാം വാർഷികം നൂറ്റാണ്ടിന്റെ കരുത്തുമായി ആത്മീയ സമ്മേളനം സംഘടിപ്പിച്ചു. സമസ്തയുടെ 100-ാം വാർഷികത്തിന്റെ ഭാഗമായി പുതുപൊന്നാനി റേഞ്ച് സ്വാഗത സംഘം ആത്മീയ സമ്മേളനം പൊന്നാനി SB ഹാളിൽ സംഘടിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ കെ സയ്യിദ് ഹാജി അധ്യക്ഷത വഹിച്ചു. സമസ്ത കേന്ദ്ര മുഷവറ അംഗം സൈഗുന MV ഇസ്മായിൽ മുസ്ലിയാർ കുമരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. റേഞ്ച് സെക്രട്ടറി KP താജുദ്ദീൻ അൻവരി പോത്തന്നൂർ സ്വാഗതം പറഞ്ഞു. ജനറൽ കൺവീനർ TA റഷീദ് ഫൈസി പൂക്കരത്തറ മുഖ്യപ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ട്രഷറർ AM അസൻ ബാവ ഹാജി, AKK മരക്കാർ പൊന്നാനി, PP അബ്ദുൽ ഗഫൂർ പുതുപൊന്നാനി, KVA മജീദ് ഫൈസി, PV മുഹമ്മദ് ഫൈസി, CK റഫീഖ് മാസ്റ്റർ, അബ്ദുൽ കരീം അൻവരി, PP അബ്ദുൽ ജലീൽ മാസ്റ്റർ, PK അഷ്റഫ് മുസ്ലിയാർ, മുനീർ നുജുമി, KV കഫീർ, ഉമ്മർ അൻവരി അലിയാർ, അജ്മൽ അലിയാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സമ്മേളനം നമുക്ക് നല്ല നിലക്കും ഭംഗിയാണ്. ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയിലും ഒരു അന്താരാഷ്ട്ര സമ്മേളനം അങ്ങനെ തന്നെയാണ് ആവുക, ഒരു സംശയമില്ല. അത് വളരെ വിലയാറുന്ന സമ്മേളനമാവണം. അതിന് എല്ലാവരും തയ്യാറായിട്ട് വരികയും അതിനുവേണ്ടി ദുആ ചെയ്യുകയും വേണം. സമസ്ത കേരള ജമഇയ്യത്തുൽ എന്ന മഹത്തായ പ്രസ്ഥാനം ആത്മീയത ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഇഷ്ടപ്പെട്ട മഹാന്മാരായ ആളുകളോട് ചേർന്നുകൊണ്ട് ജീവിക്കുക എന്നതാണ്. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ എത്ര മുസ്ലിം സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ് ബിദ്അഈ സംഘടനകളെന്ന്, ബിദ്അത്തുകാരെന്ന്. അതിൽ മുജാഹിദ് വിഭാഗത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകൾ പെടും. ഇവിടത്തെ തബ്ലീഗ് ജമാഅത്ത് പെടും, ഇവിടത്തെ ജമാഅത്ത് ഇസ്ലാമി പെടും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ബിദ്അഈ സംഘടനകൾ. ഈ ബിദ്അഈ സംഘടനകൾ നമ്മുടെ ആത്മീയമായ ഔന്നത്യത്തിന് വേണ്ടി എന്തെങ്കിലും അവർ ചെയ്യുന്നുണ്ടോ? ഈ ബിദ്അഈ സംഘടനകൾ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സുന്നികളായി നമ്മൾ എന്ത് വിഷയം ആരംഭിക്കുന്ന സമയത്തും നമ്മളൊരു പ്രാർത്ഥന നിർവഹിക്കും, അൽ ഫാത്തിഹ. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.